ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മീനമ്പലത്തുള്ള ബിനിച്ചേട്ടൻ്റെ അടുത്തുണ്ടോ. ബിനിച്ചേട്ടൻ ഇവിടെ പെർഫോമൻസ് ടീം കാർ വാഷ് എന്നുള്ള പേരിലുള്ള ഒരു യൂണിറ്റാണ് ഇവിടെ നടത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ബിനിച്ചേട്ടൻ തുടങ്ങിയ ഒരു സംരംഭം എന്താണെന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അല്ലാതെ ഇതൊരു ഫ്രാഞ്ചൈസി കൊടുക്കുന്ന വീഡിയോയോ അല്ലെങ്കിൽ സ്റ്റീം വാഷിന് ആവശ്യമായ മെഷീനറീസ് സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ഒന്നല്ല. സ്വന്തമായി ഇഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരു സംരംഭം, അത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അവരെങ്ങനെ നടത്തുന്നു അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസുകൾ എന്തൊക്കെയാണ്, അതിൽ ബിനിച്ചേട്ടന് കിട്ടുന്നൊരു സന്തോഷം, അതൊക്കെയാണ് ഇന്ന് നമ്മോട് ബിനിച്ചേട്ടൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് ബിനു എന്നാണ്. എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലെ മീനമ്പലത്താണ്. ഞാനൊരു പ്രവാസിയായിരുന്നു, ഒമാനിലായിരുന്നു. അപ്പോൾ ജോലി പോയിട്ടൊന്നുമല്ല, എനിക്ക് നാട്ടിൽ വന്ന് നിൽക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല എല്ലാ പ്രവാസികളുടെ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു മൊബൈൽ സ്റ്റീം കാർ സ്പാ തുടങ്ങണമെന്ന്. അപ്പോൾ എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത് മലപ്പുറത്തുള്ള പാക്സിൽ എന്ന ടീമാണ്. അങ്ങനെയാണ് ഞാൻ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങാനിടയുണ്ടായത്. കൊല്ലം, ട്രിവാൻഡ്രം ജില്ലകളിലാണ് ഞങ്ങളുടെ സർവീസുകൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അത് ഒരു കാർ വാഷ് കൂടാതെ കാറിൻ്റെ എല്ലാ ഡീറ്റെയിലിങ്ങും, കാർ മാത്രമല്ല പ്രീമിയം ബൈക്സ്, അങ്ങനെയുള്ള ബൈക്ക് ഡീറ്റെയിലിങ്ങും ബൈക്ക് പോളിഷിങ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള എല്ലാ പാക്കേജസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ സ്പോട്ട് റിമൂവൽ ചെയ്യുന്നുണ്ട്, വണ്ടി പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വണ്ടി വാക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാറിനും ബൈക്കിനും വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ബിനിച്ചേട്ടാ, ഇപ്പോൾ ബിനിച്ചേട്ടൻ ഈ പെർഫോമൻസ് ടീം കാർ വാഷ് എന്ന് പറഞ്ഞ യൂണിറ്റ് തുടങ്ങാനുള്ള കാരണം എന്താണ്? ശരിക്കും തുടങ്ങാൻ ആക്ച്വലി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വണ്ടികളോട് കുറച്ച് താല്പര്യമുള്ളതാണ്. അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിൽ നമ്മൾ പോളിഷ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്തൊരു സ്ഥാപനം കൊണ്ടു കഴിഞ്ഞാലും നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്ത് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അവിടെ നിൽക്കണം. നമ്മുടെ സർവീസ് സെൻ്ററുകളിൽ നമ്മൾ ടൈം, ഒന്നാമത്തെ കാര്യം നമ്മൾ ടൈം വേസ്റ്റ് ആണ്. അപ്പോൾ പിന്നെ പല പല കാര്യങ്ങൾ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ബിസി ലൈഫ് അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് ടൈം അവിടെ പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു വണ്ടി പോളിഷ് കൊടുത്തു അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തിൽ കൊടുക്കും, അപ്പോൾ അവർ പറയും 2 മണിക്കൂർ 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറയും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, അവരെന്താണ് ചെയ്യുന്നത് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മുടെ വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുടെ താല്പര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വണ്ടികൾ ചെയ്ത് കൊടുക്കുക. അതായത് എൻ്റെ വണ്ടി എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് സർവീസ് ചെയ്യാൻ പറ്റും. അതെ. ഇപ്പോൾ ഒരു വണ്ടിയും 100% എല്ലാവരും കറക്റ്റായിട്ട് മൈന്യൂട്ടായിട്ട് ചെയ്ത് തരുന്നില്ല ഒരു സ്ഥലത്തും. ഞാൻ വണ്ടി കൊണ്ട് വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് കസ്റ്റമർക്ക് പറയാം, ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇതൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ നമുക്കത് റിമൂവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു സന്തോഷം, അതിനൊക്കെ തന്നെ പല സാഹചര്യങ്ങളിലും ചില ഫോൺ കോൾസ് വരാറുണ്ട്. നമ്മളെ ഷോപ്പ് ഇതെവിടെയാണ്, ഷോപ്പ് വണ്ടി കൊണ്ട് തരേണ്ടത് എവിടെയാണെന്ന് വെച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നില്ല, ഇത് ഷോപ്പല്ല മാഡം അല്ലെങ്കിൽ സാർ, നമ്മൾ ഷോപ്പല്ല, ഇത് നിങ്ങളെ വീട്ടിൽ ചെന്ന് വന്നാണ് ചെയ്യുന്നത്. അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അതാണ് ഇത് തുടങ്ങുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെ കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിലായ പോലും നമ്മളൊരു വാഹനം കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവരവിടെ എന്താ ചെയ്യണേന്ന് നമുക്ക് ശരിക്കും ഒന്ന് കാണാൻ പറ്റില്ല. നമ്മുടെ ശരിക്കും വണ്ടിയെ സ്നേഹിക്കുന്നവരുടെ കാര്യം എന്താ പറയണേ. പിന്നെ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളുടെ ഈ സർവീസ് ഇപ്പോൾ തിരുവനന്തപുരം അതുപോലെ കൊല്ലം 2 ജില്ലകളിൽ നിങ്ങൾ സർവീസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചേട്ടനും ഒരു കൂടെ ഒരു വർക്കറുണ്ട്, രാജേഷ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ 2 പേരും തന്നെയാണോ 2 സ്ഥലത്തും വർക്ക് ചെയ്യുന്നത്? ഞങ്ങൾ 2 തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോൾ കൊല്ലത്തും തിരുവനന്തപുരത്തുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ? വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കൊല്ലത്തും ട്രിവാൻഡ്രത്തും എല്ലാം പോയി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളെ സർവീസ് ചെയ്തെടുത്തതൊക്കെ വളരെ സന്തോഷമാണ് ആൾക്കാരുടെ റെസ്പോൺസ്. ആ ഒരു സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് ആ ചെയ്ത വർക്കിന് ഒരു ഫീൽ ഉണ്ടാകുന്നത്. ഇത് ആക്ച്വലി ബിസിനസ്സാണ്, പക്ഷെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ബിസിനസ്സിനെക്കാട്ടി ഉപരി നമുക്കൊരു സന്തോഷമാണ്. ഇത് എങ്ങനെയാണ് ഇപ്പോൾ ഈ സംരംഭം തുടങ്ങിയിട്ട് ചേട്ടൻ ഇപ്പോൾ എന്ത് തോന്നുന്നു? ഇത് ലാഭകരമാണോ നഷ്ടമാണോ? ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്താണ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം? ലാഭത്തിൻ്റെ നഷ്ടത്തിൻ്റെ ഒന്നുമല്ല. നമ്മൾ ഒരിക്കലും നഷ്ടമാണെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് റൺ ചെയ്ത് പോവില്ല. പക്ഷെ നമുക്ക് അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ഒരു ഹാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഹാപ്പി, അതാണ് ഇതിൽ ഏറ്റവും വലുത്.
ലാഭകരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭകരം തന്നെയാണ്. നമ്മൾ ഇങ്ങനെ റൺ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ചേട്ടാ ഇത് പുതിയതായിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ്. അപ്പം നമ്മൾ എന്തായാലും ഇതേപോലത്തെ ഒരു മൊബൈൽ സ്ട്രീം വാഷ് യൂണിറ്റ് തുടങ്ങുമ്പോൾ 2 ജില്ലകളിലാണ് നിങ്ങൾ സർവീസ് കൊടുക്കുന്നത്. ഇത്രയും ആൾക്കാർ ഇത് അറിഞ്ഞെത്തണമെങ്കിൽ തന്നെ സമയമെടുക്കും. 2 ജില്ലകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോർഡറാണ്, കൊല്ലം ട്രിവാൻഡ്രം ബോർഡറാണ് എൻ്റെ സ്ഥലം, പാരിപ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ട്രിവാൻഡ്രം ജില്ലയും 2 കിലോമീറ്റർ അപ്പുറത്ത് വന്നാൽ കൊല്ലം ജില്ലയാണ്. 2 ജില്ലയിലേക്കും ഞങ്ങൾക്ക് പോകാൻ പറ്റും. അങ്ങോട്ട് അതുകൊണ്ടാണ് കൊല്ലം ട്രിവാൻഡ്രം ജില്ല എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. പിന്നെ ആൾക്കാർ ഇങ്ങനെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. വിളിച്ച കസ്റ്റമേഴ്സൊക്കെ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവരും തിരുവനന്തപുരം അതുപോലെ കൊല്ലം ജില്ലകളിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ബിനുചേട്ടനെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. കോൺടാക്റ്റുള്ള നമ്പർ വീഡിയോൻ്റെ പല ഭാഗത്ത് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ചോദിക്കട്ടെ, ബിനുചേട്ടൻ ഇപ്പോൾ ഇവിടുന്ന് പല പാക്കേജുകളാണ് കൊടുക്കണേന്ന് പറഞ്ഞു ഈ സർവീസിൽ. എന്തൊക്കെയാണ് പാക്കേജുകൾ, അതൊന്ന് പറയാം. പാക്കേജുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് കസ്റ്റമേഴ്സിന് ഓഫേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് പാക്ക്. ഓഫർ വരട്ടെ, ഓഫറാണ് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം. സ്റ്റാൻഡേർഡ് പാക്ക്, പിന്നെ പ്രൊഫഷണൽ പാക്ക്, പ്രീമിയം പാക്ക്, അങ്ങനെ 3 ഇതായിട്ട് ഓപ്ഷനായിട്ട് നമ്മൾ പ്രൊമോഷൻ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 500 റുപ്പീസിന് ഒരു വാഷിന് വിളിക്കുന്നു. അപ്പോൾ അതിൽ 750 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വാക്സ് പോളിഷും പിന്നെ ഒരു ഇൻറ്റീരിയർ ക്ലീനിങ്ങും എല്ലാം കൂടെ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 750 ആയി. ഈ 500 റുപ്പീസിന് സാധാരണ നോർമൽ വാഷ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആ ഓഫർ ചെയ്യുന്നതായിരിക്കും കസ്റ്റമേഴ്സിന്. 250 രൂപയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ആ ഓഫർ ചെയ്യുന്നതായിരിക്കും കൂടുതലും യൂസ്ഫുൾ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ 1000 റുപ്പീസിൻ്റെ പാക്കേജ് ഉണ്ട്, 1200 റുപ്പീസിൻ്റെ പാക്കേജ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 2000 രൂപയുടെ പാക്കേജ് ഉണ്ട്, 3500 ഉണ്ട്, 5000 രൂപ നമ്മുടെ പ്രൊഫഷണൽ പാക്കേജ് ഉണ്ട്. ഈ 5000ന്റെ പാക്കേജിൽ എന്തൊക്കെയാണ്? 5000ന്റെ പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ അത് വാറണ്ടി പോളിഷ് സേവനം ചെയ്ത് കൊടുക്കും. 1 വർഷം വാറണ്ടിയാണ് ഈ പോളിഷ് ചെയ്യുന്നത്. പോളിഷ് ചെയ്യുന്നതിന് 1 വർഷം വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്ന വാറണ്ടിയാണ്. 1 വർഷം വാറണ്ടിയാണ്. ആ 1 വർഷത്തിനിടയ്ക്ക് എന്തുണ്ടെന്നുണ്ടെങ്കിലും നമ്മളാണ് ഇതിന് ഉത്തരവാദി. വേറെ അതിന്റെ കൂടെ പോളിഷിംഗ് അല്ലാതെ വേറെ എന്തൊക്കെ ഉണ്ടാവും? പോളിഷിനും അല്ലാതെ ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, വാട്ടർ സ്പോട്ട് റിമൂവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എഞ്ചിൻ സ്റ്റീം ചെയ്ത് എഞ്ചിൻ ഡ്രസ് ചെയ്ത് നമ്മളൊരു കമ്പനി കണ്ടീഷനിൽ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 5000 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ പുതിയൊരു വണ്ടി ആക്കി കൊടുക്കും. അതെ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഏറ്റവും താഴെയുള്ള സർവീസ് ഇപ്പോൾ ബൈക്കുകളുടെ കാര്യമൊക്കെ നേരത്തെ പറയുന്നുണ്ട്, ബുള്ളറ്റ് കാര്യങ്ങളൊക്കെ എന്തോ പോളിഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുന്നതിന് 250 റുപ്പീസ് ആണ്. പിന്നെ ബുള്ളറ്റ് പ്രീമിയം പോളിഷ് ഉണ്ട്. ഓക്കെ, പ്രീമിയം പോളിഷിന് 1000 റുപ്പീസ് വിത്ത് സ്റ്റീം വാഷ്. എന്ന് വെച്ചാൽ സ്റ്റീം അതിനകത്ത് ഉൾപ്പെടും ഈ 1000 റുപ്പീസിൽ. ഓക്കെ, സ്റ്റീം വിത്ത് പോളിഷാണ്. ഇതും വീടുകളിൽ പോയി തന്നെ ചെയ്ത് കൊടുക്കും. വീടുകളിൽ തന്നെ നമ്മൾ എനി ടൈം എപ്പോഴും വേണമെങ്കിലും ബൈക്കായാലും കാറായാലും എവിടെയായാലും പോയി ചെയ്ത് കൊടുക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് ടീം കാർ വാഷ്. ഇതിന് മുമ്പ് വാഷ് ചെയ്തൊരു കാറിൻ്റെ ഉൾവശമാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പല വാഹനങ്ങളിലും ഇതുപോലത്തെ ഒരു അവസ്ഥയാണ് കാണാറ്. അതായത് നമ്മൾ കുറച്ച് നാൾ വാഹനം ഉപയോഗിച്ച് കഴിയുമ്പോൾ വാഹനത്തിൻ്റെ സീറ്റ് അല്ലെങ്കിൽ സീറ്റ് കവറിലൊക്കെ ഇതേപോലെ വളരെ അധികം അഴുക്ക് ഇങ്ങനെ അടിഞ്ഞു കൂടാറുണ്ട്. അപ്പോൾ ഈ അഴുക്കിനെയൊക്കെ ഇവരുടെ സ്റ്റീം വാഷ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഇവർ വാഷ് ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള വാഹനങ്ങളും ഇതേപോലെ അഴുക്ക് പിടിച്ചൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർഫോമൻസ് ടീം കാർ വാഷിൻ്റെ സർവീസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പുതിയ വാഹനം പോലെ നിങ്ങളുടെ വാഹനത്തെ ഇവർ മാറ്റി തരുന്നതാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സർവീസ് യൂണിറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ മെഷീനറീസ് ഒക്കെ ഇരിക്കുന്നത് അല്ലേ? ഇതാണ് നമ്മുടെ മെയിൻ മെഷീൻസ്. ഇത് ലാവോർ കൊളംബോ എന്ന് പറഞ്ഞ സ്റ്റീം വാഷറാണ്. അപ്പോൾ ഇത് എൻ്റെ അറിവിൽ ഇത്രയും പ്രഷറുള്ളൊരു ആണ് എൻ്റെ അറിവിലാണ്. എനിക്കറിയില്ല ഇനി ഇത് 12 ബാർ പ്രഷർ വരുന്നുണ്ട് സാധാരണ സ്റ്റീമിന് തന്നെ 12 ബാർ പ്രഷർ വരുന്നുണ്ട്. സാധാരണ മെഷീൻസ് ഒക്കെ 8 ബാർ പ്രഷേഴ്സ് ആണ് ഉണ്ടാവുന്നത്. ഇത് 12 ബാർ പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇറ്റലി മെയ്ഡാണ് ഈ സാധനം. അപ്പോൾ പിന്നെ നമ്മൾ ചില കസ്റ്റമേഴ്സ് നമുക്ക് സ്റ്റീം വാഷ് വേണ്ട വാട്ടർ വാഷ് മതി എന്ന് പറയും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ടോട്ടലിൻ്റെ ഒരു പ്രഷർ വാഷർ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 150 ബാർ പ്രഷർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അണ്ടർ ബോഡിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുള്ള ടൂൾസ് ഒക്കെ ഞങ്ങളിലുണ്ട്. അപ്പോൾ പിന്നെ ഒരു ജനറേറ്റർ ഉണ്ട്, ഹോണ്ടയുടെ ജനറേറ്റർ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് അതെല്ലാം. ഈ കറയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതാണ് പിന്നെ ഗ്ലാസ് ക്ലീനർ, കെമിക്കൽസ്, അങ്ങനെ കുറേ വാക്സ്, പോളിഷിങ്, അങ്ങനെ കുറേ. പിന്നെ നമുക്ക് നമ്മുടെ യൂണിറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെർഫോമൻസ് ടീം കാർ വാഷ് ഇന്ന് സർവീസ് ചെയ്യാൻ പോകുന്ന വാഹനത്തിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇത് വാഹനത്തിൻ്റെ ഉൾവശത്ത് വാഹനത്തിൻ്റെ സീറ്റിലായാലും വാഹന സീറ്റിൻ്റെ താഴെയായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അതുപോലെ ഡോറിൻ്റെ സൈഡുകളിലും ഡോറിൻ്റെ മുകൾ വശത്തും വാഹനത്തിൻ്റെ ടയറുകളിലും എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുകളുണ്ട്. അപ്പോൾ ഈ വാഹനം സർവീസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാം. ഇതിപ്പോൾ ഇവിടെ ഈ കാർ ചെയ്യുന്നത് എത്ര രൂപയുടെ പാക്കേജാണ്? ഇത് 3500 രൂപയുടെ പാക്കേജാണ് ചെയ്യുന്നത്. 3500. അത് രാഹുൽ ജിത്ത് എന്ന് പറഞ്ഞ സാറിൻ്റെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയുടെ വണ്ടിയാണത്. അപ്പോൾ അതിലൊരു മിനി കാർച്ചറിൻ്റെ ഒരു വാക്യൂം ക്ലീനർ
ഉണ്ട്. ഇത് ഉള്ളിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ വലിച്ചാൽ പുളിയും കാര്യങ്ങളൊക്കെ വലിച്ചാൽ. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാക്ടർ ഉണ്ട് നമ്മളതിൽ. എക്സ്ട്രാക്ടർ മീൻസ് നമ്മൾ ഒരേ സമയം തന്നെ നമുക്ക് ഷാമ്പൂ ചെയ്യാനും പറ്റും, അത് സക്ക് ചെയ്യാനും പറ്റും. ഓക്കെ ഓക്കെ മെഷീൻ അല്ലേ? ആ, ഈ മെഷീൻ. അതുകൊണ്ട് ഇതിൻ്റെ നോസിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതുപോലെ നമ്മൾ ഒരേ സമയം സീറ്റ്, ടോപ്പ് ഇതെല്ലാം നമുക്ക് ഷാമ്പൂ ആൻഡ് സക്കിങ് ഒരുമിച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓഹോ, ഇതിനുള്ളിൽ കൂടെ വെള്ളം വരും. അതിൻ്റെ കൂടെ ഇങ്ങനെ സ്പ്രേ ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ വലിച്ചെടുക്കാനും പറ്റും. അറ്റ് എ ടൈം, ഒരേ സമയം. ഒരേ സമയം തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ സീറ്റിലൊക്കെ നമുക്ക് വെള്ളം അടിച്ച് തന്നെ കഴുകാം. ആ, സീറ്റിൽ വെള്ളം അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴുകാൻ പറ്റും. സീറ്റ് സെറ്റ്, നമ്മുടെ വീടുകളിലെ സെറ്റ് അതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. സെറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സീറ്റിലേക്കൊക്കെ ഇതിലിപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പ്രഷറിൽ നമ്മൾ അടിച്ച് ഇത് തിരിച്ച് വലിച്ചെടുത്തിട്ട് സീറ്റൊക്കെ അതുപോലെ തന്നെ ഉണങ്ങി കിട്ടും? അതേപോലെ തന്നെ ഉണങ്ങി കിട്ടും. വെള്ളം ഉണ്ടാവില്ല പിന്നെ? ഇല്ല, വെള്ളം അത് പോകുന്നതിന് മുമ്പ് തന്നെ അറ്റ് എ ടൈമാണ് വരുന്നത്. വെള്ളം അതിൽ മേലെ ഉണ്ടാവത്തില്ല. അതൊരു 5 മിനിറ്റിന് തന്നെ അത് വെറ്റായി പോകുന്നുണ്ട്. ഓക്കെ. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക്, വണ്ടി വാങ്ങിച്ചായിട്ട് വീട്ടിൽ കയറി കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ വണ്ടി മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇത് ഒന്ന് വാട്ടർ വെച്ച് തുടച്ചാൽ തന്നെ പോകുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കഷ്ടം നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്യും. ഏറ്റവും കൂടുതൽ പാഴ്സലുള്ള സ്ഥലത്ത് ഒന്ന് അനലൈസ് ചെയ്യും. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് സ്റ്റീം കൂടുതൽ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒന്ന് അനലൈസ് ചെയ്യും. പിന്നെ രണ്ടാമത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ വന്ന് ആദ്യം വാക്യൂം ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ കാറിന്റെ മാറ്റ്സ് എല്ലാം മാറ്റിയിട്ട് വാക്യൂം ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇന്റീരിയർ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇന്റീരിയർ ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ കറകളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഫ്രണ്ടാണ്, പിന്നെ രാജേഷ് എന്നാണ് പേര്. പുള്ളിയാണ് നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു വാഹനത്തിന് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇതേപോലെ സർവീസ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്റ്റെപ്പുകൾ അതൊന്ന് കറക്റ്റായിട്ട് പറയാമോ? ഇപ്പോൾ തുടക്കം നിങ്ങൾ പറഞ്ഞു ഇതേപോലുള്ള കാര്യങ്ങൾ എവിടെയാണ് കൂടുതൽ അഴുക്കുന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കും. അതിന് ശേഷം പിന്നെ ചെയ്യുന്ന സ്റ്റെപ്പായിട്ടൊന്ന് പറയാമോ? ഒരു വാഷാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വന്നിട്ട് നമ്മൾ മാറ്റ്സ് മാറ്റി നമ്മൾ വാക്യൂം ചെയ്യും. വണ്ടി പൂർണ്ണമായിട്ടും വാക്യൂം ചെയ്ത് നോർമൽ വാഷിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നമ്മളത് വാക്യൂം ചെയ്യും. വാക്യൂം ചെയ്ത് ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മളൊന്ന് ഇന്റീരിയർ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്റ്റീം ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ആദ്യം സ്റ്റീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടയർ ഈ ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളാണ് നമ്മൾ ആദ്യം സ്റ്റീം ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ വാട്ടർ കണ്ടന്റ് കൂടുതൽ വേണ്ടി വരും. ഇവിടെ വാട്ടർ കണ്ടന്റ് കൂടുതൽ മാത്രമേ ഇത് അഴുക്ക് പോകുള്ളൂ. ചില ഇത് പറയുന്നുണ്ട് വാട്ടർ വാഷ് വെച്ച് ചെയ്താൽ മാത്രമേ ഇതിന്റെ അഴുക്ക് പോകുന്നതാണ്. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ സ്റ്റീം ചെയ്താൽ തന്നെ ഇതിന്റെ അഴുക്കുകൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യും. അപ്പൊ അത് ആദ്യം ചെയ്യും. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ വാട്ടർ കണ്ടന്റ് മാറ്റി ഫുൾ സ്റ്റീം ആക്കിയിട്ട് ടോപ്പ് ചെയ്യും. മോള് വശം ചെയ്യും. കാര്യം പിന്നെ നമ്മൾ കഴുകി ഇറക്കേണ്ട വെച്ചിട്ട് ടോപ്പ് ചെയ്യും. പിന്നെ സൈഡ് രണ്ട് ഡോർസും ഈ പാനൽസും ചെയ്യും. പിന്നെ നമ്മൾ ഫ്രണ്ട് ബോണ്ടിൽ ചെയ്യും. അത് കണക്കന്നെ അപ്പുറത്തെ സൈഡിൽ ചെയ്യും. പിന്നെ ബാക്ക്, ഏറ്റവും ലാസ്റ്റിൽ ബാക്ക് ഒന്ന് ചെയ്യും. ബാക്ക് ഒന്ന് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റീം ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ വാക്സ് ചെയ്യും. വണ്ടി വാക്സ് ചെയ്ത് ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വാക്സ് ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ചെയ്യുന്ന വെച്ചാൽ സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനിടയിൽ ഇന്റീരിയർ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ എ സി വെന്റ് അതിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് സ്റ്റീം വെച്ച് തന്നെ. പിന്നെ ഇതിനകത്ത് നമ്മൾ സ്റ്റീം നിറച്ചിടും. വണ്ടിയുടെ ഉള്ളിൽ മൊത്തം നിറച്ച് വെക്കും. അതുപോലെ തന്നെ ഇത് ഹിഞ്ചസ് ഉണ്ട്. ഈ ഹിഞ്ചസ് ഈ ഭാഗങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ വാട്ടർ വാഷ് ചെയ്യുന്നതൊക്കെയല്ല, സ്റ്റീം ചെയ്യുമ്പോൾ വളരെ പോയിന്റ് നമുക്ക് ഇതിൻ്റെ ഉള്ള അഴുക്കളെല്ലാം റിമൂവ്, എല്ലാ അഴുക്കളും പോകും. സ്റ്റീമിന്റെ മാത്രം പ്രത്യേകത കേട്ടോ. വാട്ടർ വെച്ച് നമുക്ക് അതൊരു പരിധിയുണ്ട്. കാര്യം വെള്ളം ഇതിനകത്ത് കയറുന്നതുകൊണ്ട് നമുക്ക് വളരെ പരിമിതികളുണ്ട്. സ്റ്റീം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു ഫുള്ള് നിറച്ചിടും. സ്റ്റീം ഫുള്ള് നിറച്ചിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിലുള്ള ബാക്ടീരിയസും ഫംഗസ് ഒക്കെ പോകാനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ എ സി വിൻഡ് ഫിൽറ്ററിൽ കൂടെ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ഔട്ട്ഡോർ റിമൂവൽ ഉണ്ടാവും. ഔട്ട്ഡോർ ആ ഒരു സ്മെല്ല് അങ്ങ് പോകും. വണ്ടി ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരിക്കും വണ്ടിക്ക്. നമ്മളൊരു കസ്റ്റമർ കയറുമ്പോൾ ഒരു ഹാപ്പി ആയിരിക്കും. ഉള്ളിലുള്ള എ സി വലിച്ചെടുത്ത പഴയ സ്മെല്ലുകളൊന്നും ഉണ്ടാവില്ല. ഉണ്ടാവത്തില്ല. അപ്പൊ എല്ലാവരും പറയുന്നത് വണ്ടിക്ക് അത് എപ്പോഴും ഒരു ദുർഗന്ധം ഉണ്ടാവുന്നു. പക്ഷെ നമ്മൾ ഇത് ചെയ്തതിന് ശേഷം കസ്റ്റമർ ഒന്ന് കയറുമ്പോൾ കസ്റ്റമർ വളരെ ഹാപ്പിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ദുർഗന്ധം പോകുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലും നല്ലതാണ്. കസ്റ്റമേഴ്സ് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലാസ്റ്റിൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡാഷ്ബോർഡൊക്കെ ഒന്നുകൂടെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കും. പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ ഒന്ന് പുതിയതാക്കും. പുതിയ കൊടുക്കും. പിന്നെ നമ്മൾ ചെയ്യുന്ന എഞ്ചിൻ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്.
എഞ്ചിൻ ഡീറ്റെയിൽ എന്താണ് ചെയ്യുക? എഞ്ചിൻ ഡീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തരമുള്ള എഞ്ചിൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഒന്ന് സ്റ്റീം വാഷ് ചെയ്യുന്നുണ്ട്, വാട്ടർ വെച്ച് വാഷ് ചെയ്യാൻ സെൻസേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റീം വാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ടില്ല, സ്റ്റീം വാഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇതിപ്പം സ്റ്റീം വാഷ് ആൻഡ് ഡ്രസ്സിങ് മാത്രമേ ഉള്ളൂ. ഡീറ്റെയിലിംഗ് ആകുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പാർട്സൽ എന്താ, ഈ പാർട്സ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പാർട്സാണ്. ഇതുപോലെ എല്ലാ ഡസ്റ്റും ഓയിലും കറകളും എല്ലാം എടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാറുണ്ട്. അതായത് പുതിയതുപോലെ തന്നെ നമ്മൾ ആക്കി കൊടുക്കാറുണ്ട്. അത് എഞ്ചിൻ ഡീറ്റെയിലിംഗ് ആണ്. അത് ഒരു പ്രത്യേക പാക്കേജാണ്. അത് ഇതിൽ ആ ഒരു പാക്കേജ് ഇല്ല. ഇതിൽ നമ്മൾ എഞ്ചിൻ വാഷ് ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കസ്റ്റമർ ഏത് പാക്ക് എടുത്തോട്ടെ, നോർമൽ വാഷ് ഔട്ട് ഏത് പാക്ക് എടുത്തോട്ടെ, പക്ഷെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്ക്രാച്ചസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരിക്കലും ഇതിനകത്ത് വെച്ചിട്ട് പോകാൻ എൻ്റെ ഒരു മനസ്സ് അനുവദിക്കില്ല. ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടേ പോവുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കസ്റ്റമർ ഒരു സന്തോഷമല്ലേ അത്. അപ്പോൾ അത് നമ്മൾ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കാറുണ്ട്. സ്ക്രാച്ചസ് അല്ല, ഇപ്പോൾ ഏത് വാഷ് എടുത്തപ്പോൾ ആ ഒരു വാഷിൻ്റെ പാക്കേജ് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതിന് എക്സ്ട്രാ പൈസ തരണമെന്നല്ല പറയുന്നത്. ചെറിയ വിട്ടുവീഴ്ചകളായാലും എന്തിനാണെങ്കിലും നമ്മൾ തയ്യാറാവും. നമ്മളെ കൊണ്ട് വെക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ ഏത് പാക്ക് ആയാലും കേട്ടോ. ഓക്കെ. എൻ്റെ പേര് രാഹുൽ ജിത്ത് എന്നാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് വഴിയാണ് ഈ ഒരു പെർഫോമൻസ് കാർ വാഷ് എന്ന് പറയുന്ന ഒരു ടീമുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കാറ് വാഷ് ചെയ്ത് തന്നിരിക്കുകയാണ് അവർ. കണ്ടിട്ട് ക്വാളിറ്റി വളരെ നല്ലതാണ്. വീട്ടിൽ വന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ട്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷനില്ല. വീട്ടിൽ വരുന്നു, അവർ കാറ് വാഷ് ചെയ്ത്, ഇതിപ്പോൾ ഫുൾ അവർ വാക്സ് ചെയ്ത് ഇൻറ്റീരിയർ മൊത്തം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് തന്നിരിക്കുന്നു. ഇൻറ്റീരിയർ അതിൻ്റെ സീറ്റൊക്കെ നല്ല ഗ്ലേസിങ് അല്ലെങ്കിൽ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ സ്റ്റീമിലാണ് ചെയ്യുന്നത്, വാട്ടറൊന്നും മിസ്യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഞാനിവിടെ നിന്ന് ജസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അവർ ജസ്റ്റ് വീട്ടിൽ വരുന്നു, എല്ലാ വാഷിങ്ങും വാക്സിങ്ങും പോളിഷിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല. ടെൻഷൻ ഫ്രീ, ഹസിൽ ഫ്രീ. അതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം, സർവീസ് പേഴ്സണൽസിൻ്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം, യൂസ് ചെയ്യുക, ട്രൈ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ്. അപ്പോൾ നമ്മുടെ ബിനിച്ചേട്ടൻ്റെ പെർഫോമൻസ് ടീം കാർ വാഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഏത് വാഹനം ആയിക്കോട്ടെ കേട്ടോ, ബൈക്ക് ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, ബസ്സായിക്കോട്ടെ, ലോറി ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്ക് ബിനിച്ചേട്ടനെ കോൺടാക്റ്റ് ചെയ്യാം. ബിനിച്ചേട്ടൻ അവിടെ പറന്നെത്തും. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലുള്ളവർക്ക് മാത്രമാണെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അത് എന്തായാലും നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിട്ട് നിങ്ങൾ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ വാഹനത്തെ നല്ല രീതിയിൽ സർവീസ് ചെയ്ത് ക്ലീൻ സുന്ദര കുട്ടന്മാരായി പുതിയ വാഹനമായിട്ട് ബിനിച്ചേട്ടൻ തരുന്നതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിനിച്ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ വീഡിയോയുടെ പല ഭാഗങ്ങളായിട്ട് എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ ഇങ്ങനത്തെ ഒരു സർവീസ് സെൻറ്റർ അല്ലെങ്കിൽ ഒരു സർവീസ് യൂണിറ്റ് തുടങ്ങാം, അല്ലെങ്കിൽ ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എവിടെ നിന്ന് മേടിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് ബിനിച്ചേട്ടനെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അതിനൊക്കെ പറ്റിയ വീഡിയോകൾ നമ്മൾ ഇതിന് മുമ്പ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.